ഫയൽ അയച്ചിരുന്നു, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? അയ്യോ സോനു, ഞാൻ സിസ്റ്റം ഓഫ് ചെയ്തു. നാളെ മതിയോ? നിങ്ങൾക്കും ഇറങ്ങാറായില്ലേ? എങ്ങോട്ട് ഇറങ്ങാൻ? സാധാരണ ജോലി കഴിഞ്ഞ് എങ്ങോട്ടാ ഇറങ്ങാറ്? അങ്ങോട്ട് തന്നെ. അപ്പൊ മാഡം ഒന്നും അറിഞ്ഞില്ലേ? എന്ത്? ഞങ്ങൾക്ക് ഇന്ന് ഓഫീസ് അവസാനിക്കുന്നേ ഇല്ല. എന്തോ ഫയലിന്റെ ഡീറ്റെയിൽസ് കൊടുത്താലേ ഞങ്ങളെ വീട്ടിലേക്ക് വിടുന്ന ജിജോന്റെ ഉത്തരവ്. വാട്ട്? അവനാണ് ഇതൊക്കെ പറയാൻ? നിങ്ങൾ ഇറങ്ങിക്കോ. ചോദിച്ചാ എന്റെ പേര് പറഞ്ഞാൽ മതി. അവനാണോ ഞാനാണോ അവിടുത്തെ ബോസ്? മേഡം ഒന്ന് അടങ്ങ് മേഡം, ഞാൻ പറയുന്നത് കേൾക്ക്. അവൻ ഞങ്ങളെ ബോസ് ആയിക്കോട്ടെ, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അവന്റെ അവസാനത്തെ ബോസ് ഡേ ആണെന്ന്. നാളെ മുതൽ അവൻ ജോലിയില്ലാത്ത വെറും തെണ്ടി. അതുകൊണ്ട് ഇന്ന് ഞാൻ കുറക്കുമ്പോൾ ഞാൻ സന്തോഷം മാത്രമേ ഉള്ളൂ. സോനു, നിന്നെ ജിജോ വിളിക്കുന്നു. മേഡം ആ മെയിലിൽ ഒന്ന് ഡീറ്റെയിൽസ് തരണം, എപ്പോ വരാം. ഈ ഓഫീസിൽ ഇത്രയും ഫയൽ ഉണ്ടായിരുന്ന എല്ലാം നീ കാരണം. നിനക്ക് വലിയ കാര്യം ഉണ്ടായിരുന്നു. അവൻ അവന്റെ കാര്യങ്ങളൊക്കെ അവിടെ വല്ലുകൊടുത്തിരുന്നതല്ലേ. ഇതൊക്കെ ഐഡിയ കാരണം നമുക്ക് എത്ര പണി കിട്ടിയത്. എന്റെ കരിയറിൽ ഇങ്ങനെ ഒരുത്ത ഇതുപോലെ എന്നെ പണിയെടുപ്പിച്ചിട്ടില്ല. ടഫാട്ടോ. ആദ്യം കുറച്ച് കടുപ്പായിരിക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, പിന്നീടുള്ള റിസൾട്ട്. നമ്മൾ കൊടുക്കുന്ന പണിയും കൊണ്ട് അവൻ ഇവിടുന്ന് രാജിവെച്ച് ഓടും. പിന്നെ മേഡം ഫ്ലാറ്റ്. നമ്മള് പിന്നെ ഇവിടെ ആരാ? രാജാവ്. അല്ല, അർദ്ധരാത്രി ആയതേ, അപ്പൊ കുറച്ച് ടീ ബ്രേക്ക് ആയിട്ട് എന്നെ വെറുതെ കുത്തിരിക്കാന്ന് വിചാരിച്ചു. ഉറക്കം വരുന്നുണ്ടോ? ക്ഷീണം. ചെറുതായിട്ട്. അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ബ്രേക്ക് എടുക്കാം. അതവനൊക്കെ ഒന്ന് ഉറങ്ങാലോ. അയ്യോ, ഉറങ്ങാനല്ല 10 മിനിറ്റ് ബ്രേക്ക്. ആ 10 മിനിറ്റ് നമുക്ക് ഈ കോറിഡോർ കൂടെ ജോഗ് ചെയ്യാം. അപ്പൊ ഉറക്കം വരും. Come on, get up, get up, get up, come on. വാ 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 വാ, jog jog jog, come on, come on, come on. വാ പിന്നെ വാ വാ, ഓടറാ. In the poverty party, come on, sit, come on, sit, come on, yeah, sit. Yes. പണിയെടുത്തോളൂ, ഉറക്കം മാറിയില്ലേ? നിങ്ങളെല്ലാരും എവിടെ കിടന്നാണോ ഉറങ്ങുന്നേ? മാഡം ഇന്നലെ ആ മറന്നൊരു പോളെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചില്ല. അവനും ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ ഒരു തരി ഫുഡ് കഴിച്ചിട്ടില്ല മാഡം. അവനും കഴിച്ചിട്ടില്ല. അവനൊന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാന്ന് പറഞ്ഞ ഗ്യാപ്പിലാണ് ഞങ്ങളൊന്ന് കിടന്ന് ഉറങ്ങിയത്. അവൻ പണ്ടേ ഇങ്ങനെയാണ്. എന്തെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ച ഭ്രാന്ത് പിടിച്ചോലെ അതിന്റെ പിറകെ നടക്കും. പണ്ടേ ഒരു പ്രാന്തനാരെ. അതെ, പണ്ടേ ഇവൻ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിരുന്നു. അവിടെ ആർട്സ് ക്ലബിന് ഒരു ഗ്രാൻഡ് ഇനാഗ്രേഷൻ സെറ്റ് ചെയ്തപ്പോഴാണ് പ്രിൻസിപ്പൾ പറഞ്ഞത് പെർമിഷൻ തരില്ലെന്ന്. എന്നിട്ടെന്താ, അവൻ പ്രിൻസിപ്പളിനെ പിടിച്ചൊരു റൂമിൽ പൂട്ടിയിട്ട് കോളേജ് ലാബിൽ നിന്ന് പിടിച്ച 10 എലീനെ പുറത്തുനിന്ന് ഒരു പൂച്ചേനെ അതിലേക്ക് ഇട്ടു. സൈക്കോ. നിങ്ങൾ ഇന്നലെ ഈ പരിപാടി പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ഇതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന്. അവന്റെ സ്വിച്ച് ഓഫ് ആക്കാൻ വല്ല വഴിയുണ്ടോ മാഡം? ഏറ്റ പണി തീർന്നു കഴിഞ്ഞാൽ തനിയെ സ്വിച്ച് ഓഫ് ആയിക്കോളും. തീർത്തു കൊടുത്താൽ മതി. തീർത്ത് കൊടുക്കുന്നുണ്ട്. അല്ല, ആ ഫയല് നിങ്ങൾ എങ്ങനെ മുക്കും അത് പറ. അത് സസ്പെൻസാ. അവന്റെ കൈ കൊണ്ട് ചാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. അതെന്തോ അർത്ഥം വെച്ച് പറഞ്ഞ പോലെ ഇല്ലേ? അയ്യോ, ഹലോ. ആ പപ്പാ. ഇല്ല, അവര് ജോലി ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് ഞാനത് ജിജോയെ ഏൽപ്പിച്ചു. അവൻ തീർക്കാറായി. ഇല്ല, എന്തായാലും 5 മണിക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യും ഫോർ ഷുവർ. ഓക്കെ മാഡം, ഒരു ഫയൽ എടുക്കാനുണ്ട്. സോനു, പപ്പയെ ഇപ്പൊ വിളിച്ചേ. 5 മണിക്ക് മുമ്പ് ഫയൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവൻ തന്നിരിക്കുന്ന ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഏറ്റു, ബാക്കി ഞാൻ നോക്കിക്കോളാം. നീ എന്താ ചെയ്യാൻ പോന്നേ? അതായത് മാഡം, നമ്മൾ ഈ കണക്കുകളൊക്കെ ഒരു ഫയലിലാക്കി വെക്കുന്നു. എന്നിട്ട് ലഞ്ചിന് മുമ്പേ അത് അവനെ ഏൽപ്പിക്കുന്നു. ഫയല് കിട്ടിയ സന്തോഷത്തിൽ അവൻ നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ വക ഒരു ട്രീറ്റ് കൊടുക്കുന്നു.
ഒരു കുഴിമന്തി വാങ്ങിക്കൊടുക്കുന്നു. ഈ കുഴിമന്തി കഴിച്ചിരിക്കുമ്പോൾ എനിക്ക് വയറിന് വയ്യാന്ന് പറഞ്ഞ് ഞാൻ ക്യാബിലേക്ക് കയറുന്നു. ആ ക്യാബിൽ നിന്ന് ആ ഫയൽ ഞാൻ പൂത്തുന്നു. അവന് സമയത്തിന് ഫയൽ കൊടുക്കാൻ പറ്റാതെയാവുന്നു. മേഡം അപ്പനെ വിളിച്ച് പറയുന്നു, മേഡം അവനെ കുഴയുന്നു, അവൻ ഔട്ടാവുന്നു. എങ്ങനെയുണ്ട്? മേഡം വർക്ക് കഴിയാറായിട്ടുണ്ട്. 4 മണിക്ക് എന്റെ ഫയൽ സബ്മിറ്റ് ചെയ്യാം. ആ സമയത്ത് കൊടുത്തിരിക്കണം. ലുക്ക് ജിജോ, ഇതിപ്പോ നിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ വരെ വരുള്ളൂ. ദാറ്റ്സ് ഓൾ. മേഡത്തിന് പണ്ടേ അറിയാലോ, ഞാനൊരു കാര്യം ഏറ്റതാണ്. എനിക്ക് നിന്റെ പാസ്റ്റ് ഒന്നും കേൾക്കണ്ട. എന്ത് പറഞ്ഞാലും അപ്പൊ തന്നെ പഴയ കാര്യം പറഞ്ഞിട്ടുണ്ടോ? പാസ്റ്റ് ഇസ് പാസ്റ്റ് ബ്രോ. ഞാനൊരു ഫയൽ എടുക്കാൻ പറഞ്ഞു, എടുത്തോ ബ്രോ? എടുത്തുകൊണ്ടിരിക്കുന്നു ബ്രാ. എന്നാ പെട്ടെന്ന് എടുത്തോണ്ട് വാ ബ്രോ. മേഡം അവന്റെ തളപ്പുണ്ടല്ലോ ഇന്നും കൂടി ഉള്ളൂ. നാളെ മുതൽ അവൻ ജോലിക്ക് വേണ്ടി തെണ്ടി നടക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ സമയത്ത് തന്നെ തീർത്തിട്ടുണ്ട്. ഗുഡ് ജോബ്. ഇതെല്ലാം ഞാനാണേ, ജിജോ യാരെയാ. പിന്നെ ഉറങ്ങിയില്ലെങ്കിൽ എന്താ, ആദ്യമായിട്ട് എല്ലും മുറിയെ പണിയെടുത്തല്ലോ. താങ്ക്സ് ടീച്ചർ. അത് തന്നെ, ഇങ്ങനെ ഒരു മാനേജറാണ് ഞങ്ങൾക്ക് വേണ്ടത്. പണിക്ക് പണി. അല്ല, അതായത് പണിയെടുക്കാൻ വന്ന പണിയെടുക്കണം എന്ന ജിജോയുടെ തത്വം അവള് ഷോർട്ട് ആക്കിയതാ. ഇപ്പൊ ഞാൻ മാത്രമല്ലല്ലോ, നിങ്ങളും കൂടെ വിചാരിച്ചോണ്ടാണല്ലോ. ഏയ് ഞങ്ങൾക്ക് പിടിച്ചൊന്നും വേണ്ട, ഫുള്ള് ജിജു എടുത്തോളൂ. ആ എന്തായാലും ഇന്നിപ്പോ സബ്മിറ്റ് ചെയ്യാം. അല്ല, ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? അത് സമയം ഇപ്പൊ 2 മണി. ഇന്ന് ഞങ്ങളുടെ കൂടെ ഫുഡ് കഴിക്കാൻ വരണം. ഞങ്ങൾ ട്രീറ്റ് ചെയ്തോളാം. അയ്യോ, എനിക്കിതിപ്പോ സബ്മിറ്റ് ചെയ്യണ്ടേ? ശേ, അങ്ങനെ പറയരുത്. 2 മണിയല്ലായിട്ടുള്ളൂ, നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു തരാം. അപ്പൊ ഏകദേശം ഒരു 3 മണിയാവും. വൈകിട്ട് 5 മണിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ. അപ്പൊ പിന്നെ ഒരത് പിന്നെ ഇല്ല. ഇപ്പൊ തന്നെ നമുക്ക് പോവാം. പ്ലീസ് ജിജോ, വാ പ്ലീസ്, കമോൺ. ഓക്കെ ഓക്കെ, നിങ്ങൾ വിട്ടോ, ഞാൻ വരാം. ഞാൻ ഇതൊന്നും എന്റെ ടേബിളിൽ വെച്ചിട്ടില്ല. ജിജോ ഒന്നുമില്ലാലോ. ഇല്ല, സത്യമായിട്ടും വരാം. വരണേ. ഇങ്ങനത്തെ ഒരു കാര്യം വരാം. സോനു എന്തേ? മാഡം സക്സസ്. ആ ഫയൽ എന്റെ കയ്യിലേക്ക് എത്തിയിട്ടുണ്ട്. അവൻ അവിടെ മന്തി അടിച്ചു കുത്തിരിക്കുക. ഇന്ന് വൈകുന്നേരം അവൻ ആ മന്തിയിലും മയണൈസ് ആവും. കാത്തിരുന്ന് കാണാം. ഓക്കെ. ജിജോ എന്താ തെരയുന്നത്? ആ മറ്റേ ഫയൽ കണ്ടോ? എന്തും കാണാനില്ല. ഇല്ലില്ല, ഞങ്ങള് വരുന്നതല്ലേ ഉള്ളൂ, കണ്ടില്ല. എന്നാലും അത് എവിടെ പോയി? ഇവിടെ ഇല്ലത്. ജിജോ, ഫയൽ സബ്മിറ്റ് ചെയ്യാൻ പോവാം. അയ്യോ മാഡം, ഒരു 10 മിനിറ്റ് കൂടി കൊടുക്ക്. അല്ലേ? അല്ല, കഴിഞ്ഞല്ലേ അപ്ഡേറ്റ് ചെയ്തത്. ഫുഡ് കഴിച്ച് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് പിന്നെ മാഡം. എന്ത് പിന്നെ? അല്ല, ഞങ്ങള് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തതാ, പക്ഷെ ഫയൽ മിസ്സായി. ആരുടെ കയ്യിന്ന്? You idiot! ഇത്ര ഇറസ്പോൺസിബിൾ ആണോ താൻ? ഇത്രയും വലിയ ശരീരം ഉണ്ടല്ലോ, അതിനനുസരിച്ചുള്ള ബുദ്ധി ഇല്ലെങ്കിൽ ഈ പണിക്ക് ഇറങ്ങാൻ നിൽക്കരുത്. ഇവര് രാത്രി പകലാക്കി ഫയൽ കൊണ്ടും തന്റെ കൈ തന്നപ്പോ തനിക്ക് അത് സൂക്ഷിക്കാൻ പറ്റില്ലെങ്കിൽ താൻ ഇനി ഇവിടെ നിൽക്കണ്ട. എന്നാലിന്റെ ജിജു അതുകൊണ്ട് കളഞ്ഞല്ലോ. മോശം 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 മോശം. ഞങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം നീ കൊണ്ട് നശിപ്പിച്ചത്. ഇതെങ്ങാണ് ഹെഡ് ഓഫീസിൽ മാഡത്തിന് അപ്പോഴറിഞ്ഞാലോ? അയ്യോ. മാഡം പറയല്ലേ. അപ്പോഴും പറയും. പറയാതെ എങ്ങനെയാ? പോയി ഞാൻ പപ്പനെ വിളിക്കട്ടെ. ഹലോ പാപ്പ, വി ആർ എക്സ്ട്രീംലി സോറി. ആ ഇയർ എൻഡിങ്ങിന് കണക്കിന്റെ ഫയലില്ലേ? ഇങ്ങനെ എന്നെ നോക്കല്ലേ ആലീസ് ദേവി, ഞാൻ ദഹിച്ചു പോവും. മനസ്സിലായില്ലേ? ഇന്നലെ ഞാൻ നിന്നെ ഇവിടെ പണി എടുപ്പിക്കുന്നതാണെന്ന് കരുതിയോ? അല്ലേ? ഞാൻ ഇവിടെ സ്വന്തമായിട്ട് ഈ കണക്കൊക്കെ നോക്കി ആ ഫയലൊക്കെ സെറ്റ് ചെയ്ത് രാവിലെ കൊണ്ട് ഹെഡ് ഓഫീസിൽ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഫ്രഷ് ആവാൻ പോകുന്ന പറഞ്ഞ ഇതിനായിരുന്നല്ലേ? അതെ.
പിന്നെ നീ എന്റെ അടിച്ചോണ്ട് ഫയലില്ലേ ചുട്ട് തിന്ന് കേട്ടാ. എടാ ഈ CCTV ഒക്കെ ഇവിടെ കപ്പ കളയ്ക്കാൻ വെച്ചിട്ടാ മണ്ട. ആക്ടിങ് അഴുക 3 എണ്ണത്തിന്. നമ്മളെ വിറ്റ പൈസ അവന്റെ കയ്യിലുണ്ടടി.